വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 19 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയ ശുദ്ധീകരണം. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ദേവാലയ ശുദ്ധീകരണം. ജെറൂസലം ദേവാലയ കവാടത്തിൽ എത്തിച്ചേർന്ന യേശു ആധികാരിക ഭാവത്തോടുകൂടെ തന്നെ ആ ദേവാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടക്കുന്നു. അവിടെ യേശുവിന് കാണാൻ സാധിച്ചത് ദേവാലയത്തിന്റെ അകത്തളങ്ങൾ ഒരു ചന്തയ്ക്ക് സമാനമായിട്ടുള്ള ചുറ്റുപാടുകളാണ്. യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഉദ്ധരണികൾ ഉരുവിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്റെ ഭവനം ദൈവത്തിന്റെ ആലയമായിട്ട് കരുതേണ്ടത് നിങ്ങൾ മോഷ്ടാക്കളുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു, കച്ചവട സ്ഥലമാക്കി തീർത്തിരിക്കുന്നു. ഇത് ഒരിക്കലും അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ കച്ചവടക്കാരെയും വാണിജ്യ വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്നവരെയും ഒക്കെ ആധികാരിക ഭാവത്തോടുകൂടി തന്നെ ദേവാലയത്തിന് പുറത്താക്കുന്നു. യേശുവിന്റെ ഈ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും കോപാകുലരായ ഫരിസേയ പ്രമുഖരും പുരോഹിത ശ്രേഷ്ഠരും യേശുവിനെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അവിടെ വെച്ച് നടത്തുന്നു എന്ന് വരികിലും അവിടെ തിങ്ങിക്കൂടിയിരുന്ന ജനങ്ങളെല്ലാം തന്നെ യേശുവിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യ വിളികളും മുഴക്കുന്നു എന്ന് കണ്ട് അവർ തൽക്കാലത്തേക്ക് പിൻവാങ്ങുകയാണ് ചെയ്തത്. കാരണം ജനങ്ങളെല്ലാം തന്നെ യേശുവിന്റെ പുറകെയാണ് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ തൽക്കാലത്തേക്ക് അവർ പിൻവാങ്ങി എന്ന് വരികിലും അവരുടെ ഗൂഢാലോചനകള് പൂർവാധികം ശക്തി പ്രാപിക്കാൻ ഇടവന്നതാണ് തുടർന്നുള്ള ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ ഇടവരുന്നത്. യേശു അന്ന് വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരോടൊത്ത് ബെഥനിയ ഗ്രാമത്തിലേക്ക് പിൻവാങ്ങിയെന്ന് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരുന്നു.